യേശു പറഞ്ഞതൊന്നും ശിഷ്യർക്ക് മനസ്സിലായില്ല. പരിഹസിക്കപ്പെടും, ശിക്ഷിക്കപ്പെടും, ക്രൂശിലേറ്റപ്പെടും, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ തൻ്റെ ശിഷ്യരോട് അടുത്ത് വിളിച്ച് പറയുമ്പോഴും ശിഷ്യർക്കതൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല, ഗ്രഹിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. എൻ്റെ കുടുംബത്തിലുള്ളവരുടെ വാക്കുകൾ, അവർ പറയുന്നത്, അവരുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വേദനകൾ എനിക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ലേ? എനിക്കങ്ങനെ ഗ്രഹിക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ഒരു മായിക ലോകത്താണ് ജീവിക്കുന്നത്. മറ്റുള്ള കാര്യങ്ങളും മറ്റുള്ള സന്തോഷങ്ങളുമായിട്ട് ജീവിക്കുമ്പോൾ ഓർക്കുക, എൻ്റെ കൂടെയുള്ളവർ വേദനിക്കുന്നുണ്ടോ? എൻ്റെ ഭർത്താവ്, ഭാര്യ, മക്കള്, അതുപോലെ മാതാപിതാക്കള് അവരുള്ളിൽ നീറുന്നുണ്ടോ? ഈ നീറുന്ന വേദനകൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഒരു മനുഷ്യൻ നീറുന്ന വേദനകളാണ് ശിഷ്യരോട് പങ്കുവെച്ചത്. ഇതുപോലെ എൻ്റെ കൂടെയുള്ളവരുടെ നീറുന്ന വേദന ഒപ്പിയെടുക്കാൻ ആ ഹൃദയത്തോട് ചേരുമ്പോഴാണ് എനിക്കത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ആ വേദനയിലും അവർ മുറിപ്പെടുത്തുന്ന വ്യക്തികളായിട്ട് നാം മാറരുത്. അത് ഗ്രഹിക്കാതെ വരുമ്പോൾ, നമ്മുടെ ഹൃദയം തുറന്നൊരാളുടെ അടുത്ത് പങ്കുവെക്കുമ്പോൾ അതെനിക്ക് മനസ്സിലാകാതെ വരുമ്പോൾ അതിനേക്കാളും വലിയ വേദന വേറെ ഒന്നുമില്ല. യേശു അത് തുറന്നു വെക്കുക. ഭർത്താവ് തുറന്നു വെക്കും ചില കാര്യങ്ങൾ. അപ്പോഴും നാം മായിക ലോകത്താണ്. ഭാര്യ തുറന്നു വെക്കും, മക്കൾ തുറന്നു വെക്കുന്നേ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊന്നിൻ്റെ കാര്യം, അതൊന്നുമില്ല. ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ, ഞാൻ കൂടെയുണ്ടെന്ന് പറയാൻ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറയാൻ, അങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണോ എന്ന് ഒന്ന് ആത്മശോധന ചെയ്യുന്നതാണ്. ശിഷ്യർക്ക് മനസ്സിലായില്ല. ആ ശിശു സമൂഹത്തെ പോലെ തന്നെയാണോ ഞാനും ജീവിക്കുന്നത്? പ്രാർത്ഥിക്കാം.